നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച, മഹാലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. വെള്ളിയാഴ്ച ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി. ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ്. എന്തെല്ലാം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലും ജാതകത്തിലും ഉണ്ടെങ്കിലും നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ യോഗമുണ്ടാകില്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ടാവും. എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്ത കുറച്ച് ആൾക്കാർ. ഈ അനുഭവയോഗം കിട്ടണമെങ്കിൽ ഭാഗ്യത്തിന്റെ കൃപാകടാക്ഷം വേണം. അപ്പോൾ ഭാഗ്യത്തിന്റെ അതിദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കണം. മഹാലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ചാൽ ഈശ്വരാധീനവും ഭാഗ്യവും ലഭിക്കുക മാത്രമല്ല, ധനസംബന്ധമായ ക്ലേശങ്ങൾ നമ്മെ വിട്ട് അകലുകയും ചെയ്യുന്നതാണ്. വിഷ്ണു പുരാണത്തിൽ മഹാവിഷ്ണുവിന്റെ പത്നിയായിട്ടാണ് മഹാലക്ഷ്മിയെ വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ ദേവി ഭാഗവതത്തിൽ ആദിപരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി എന്നും പ്രതിപാദിച്ചിരിക്കുന്നു. കയ്യിൽ താമരപ്പൂവും അഭയവരത മുദ്രകളോടു കൂടി നിൽക്കുന്ന ദേവിയെ ദേവിയായി വർണ്ണിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയുടെ കടാക്ഷമുണ്ടെങ്കിൽ സമ്പത്തും ഐശ്വര്യവും വിജയവും ഭാഗ്യവും എല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ദേവിയെ സ്മരിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ എന്നും രാവിലെയും സന്ധ്യയ്ക്കും 2 അല്ലെങ്കിൽ 3, 5 തിരികളാൽ നിലവിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇതിൽ എള്ളെണ്ണയോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൂടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റി വെളിച്ചം പ്രദാനമാക്കുവാൻ ദേവി അനുഗ്രഹിക്കുന്നതാണ്. ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ജ്വാലയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ സ്മരിച്ച് ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ഒരു 11 വട്ടമെങ്കിലും ഈ സമയത്ത് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയങ്കരങ്ങളായ ചന്ദനത്തിരി അല്ലെങ്കിൽ ധൂപഗന്ധാദികൾ, ചുവന്ന പുഷ്പങ്ങൾ ഒക്കെ ഈ സമയത്ത് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലക്ഷ്മി വാസം കുടികൊള്ളുന്ന വസ്തുക്കളാണ് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട. ഇതൊക്കെ ഒന്ന് പൊടിച്ചു വെച്ചാൽ അത് ഈ വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ധൂപഗന്ധാദികൾ പുകയ്ക്കുമ്പോൾ അതിൽ ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് വീട് മുഴുവൻ ആ പുക കാണിക്കാവുന്നതാണ്. ഇത് ലക്ഷ്മി വാസം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയുടെ പ്രീതി ലഭിക്കുവാൻ, നമ്മൾ സാമ്പത്തികപരമായി മുന്നേറുവാനും നമ്മൾ ഏത് ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ ഒരു താന്ത്രികം ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നിരിക്കും. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് ശംഖുപുഷ്പം എന്ന പൂവാണ്. നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പോലും ഇന്നിത് അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ ചായ ഉണ്ടാക്കുന്നതിൽ പോലും ഈ ശംഖുപുഷ്പം പൂ ഉപയോഗിക്കുന്നുണ്ട്. വളരെ അധികം ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ, ഒരു ശംഖുപുഷ്പം പറിച്ച് നിങ്ങൾ മഹാലക്ഷ്മിയുടെ അടുത്തിന് മുന്നിൽ അല്ലെങ്കിൽ വിളക്കിന് മുന്നിൽ വെച്ചതിന് ശേഷം ആ പൂവ് എടുത്ത് ആ ശംഖുപുഷ്പത്തിന്റെ ഭാഗത്തായിട്ട് ഒരു വാക്ക് നിങ്ങൾ എഴുതേണ്ടതാണ്. ആ വാക്ക് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യാം. ഹര വംസി ഹര. നീല മഷിയുള്ള പേന കൊണ്ട് ഇത് എഴുതേണ്ടതാണ്. എന്നിട്ട് ഇത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ അതോ നിലവിളക്കിന് മുന്നിലോ വെക്കാവുന്നതാണ്. ഇന്ന് രാത്രി മൊത്തം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഏത് ദിവസമാണോ നിങ്ങൾ കാണുന്നത്, അപ്പോൾ ആ വെള്ളിയാഴ്ച ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി അതവിടെ വിളക്കിന് മുന്നിൽ ഇരിക്കട്ടെ. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇത് എടുത്ത് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങൾ എവിടെയാണോ ഭദ്രമായിട്ട് വെക്കാൻ പറ്റുന്നത് അവിടെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ധനപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ പേഴ്സിലോ നിങ്ങളുടെ പണം വെക്കുന്ന മേശയിലോ മറ്റോ വെക്കാവുന്നതാണ്. ഇനി ഇത് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ എടുത്ത് കളയാനൊന്നും നിൽക്കണ്ട. ഇത് ഡ്രൈ ആയാലും നിങ്ങൾക്കിത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ലക്ഷ്മി ദേവി അത് നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്